ജാസ്മിൻ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഈ BB6 അതിൽ ഒരു സംശയവും ഇല്ലാത്ത കാര്യം. ഇപ്പൊ റോഹൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും റോഹൻ എന്താണ് ജാസ്മിൻ അടുത്ത് ചോദിച്ചില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ ജാസ്മിന്റെ പേര് ജാ എന്ന് പറയുമ്പോഴേ ചാടി ജിൻഡോ അർജുൻ അങ്ങനെ പറയാം. അപ്പൊ ഈ ചില മത്സരാർത്ഥികൾ അവരുടെ PR വർക്ക് വെച്ചിട്ട് അവരുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കുറിച്ച് മോശം പുറത്ത് പറയുന്നത്. നമ്മൾ മുമ്പ് ഇത് ചർച്ച ചെയ്ത വിഷയമാണ്. എന്തുകൊണ്ട് ജാസ്മിന്റെ PR ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? ജാസ്മിൻ PR ഇല്ല. ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള PR പോലെ തന്നെ ജാസ്മിനും അതുപോലെ PR വേണ്ടി നിന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ആറ് മാസം ഒരു വർഷം കൊണ്ട് മാത്രം കിട്ടിയുള്ളതാ. കൃത്യമായിട്ട് ഏതാണ് ലോഗോ? കേരളത്തിലുള്ളവർ മാത്രമാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഗോതയിലുണ്ട്. ഗോതയോ? കണ്ടിട്ടുണ്ടോ? ഞാൻ ഗോത കണ്ടതാണ്. അത് ശ്രദ്ധിക്കുന്ന പോലും നമ്മൾ ജാസ്മിൻ എന്ന് പറഞ്ഞ എത്ര പേർക്കറിയാം? എങ്ങനെ വന്നാലും 25 ലക്ഷം പേർക്ക് ജാസ്മിനെ അറിയാം. 25 ലക്ഷം. ഇനി എന്തെല്ലാം PR വർക്ക് ചെയ്താലും ജാസ്മിൻ തന്നെ ജയിക്കും. പക്ഷേ മാറി മാറി ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഇനി കിടക്കുന്ന വ്യാഴം വെള്ളി ശനിയൊക്കെ അതിലെന്തായാലും മാറ്റങ്ങൾ വരുമ്പോൾ എന്തായാലും ജാസ്മിൻ തന്നെ ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് ശനിദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാന ദിവസങ്ങളാണ് അല്ലെ? വോട്ടിംഗ് ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് അല്ലെ? ചിലർക്ക് കൂടുന്നു, ചിലർക്ക് കുറയുന്നു, കൂടിയവര് കുറയുന്നുണ്ട്, കുറഞ്ഞവർക്കൊക്കെ കൂടുന്നുണ്ട്. ഈ മാറ്റങ്ങൾ ഭയങ്കരമായിട്ടൊരു ഒരു പ്രഷർ സിറ്റുവേഷനിലോട്ട് അല്ലെ കുറെ കൂടി ക്യൂരിയസ് ആക്കാൻ പറ്റുന്നുണ്ട് അതിന്റെ ഫിനാലയിലോട്ട്. ഇപ്പൊ വരുന്ന ശരിക്കും പറഞ്ഞ ലാസ്റ്റ് ആ ഒരു ഫിനാലയിലേക്ക് അടുക്കും തോറും ഏറ്റവും പവർഫുൾ ആയിട്ട് ആൾക്കാർ കരുതുന്ന ജാസ്മിൻ എന്ന് പറഞ്ഞ ആ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ജാസ്മിൻ എന്ന വ്യക്തി വോട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴെങ്കിലും നിങ്ങൾ എന്താണ് ജാസ്മിൻ കേൾക്കുമ്പോൾ ഒരുമാതിരി കടിക്കാൻ വരുന്ന പോലെ നിങ്ങൾ കടിക്കും. വോട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇപ്പോഴും പോകുന്നത് മുമ്പിലേക്കാണ്. എനിക്കൊരു മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ 91, 92 അല്ലെങ്കിൽ 93 ഒരു ആഗ്രഹം ചോദിക്കുക, ഫിനാലെയുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെ ഫിനാലെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് തോന്നുന്നുണ്ടോ? അപ്പൊ ആരൊക്കെ എന്റെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒന്ന് പേരൊന്ന് പറയൂ, ഒന്ന് കേൾക്കട്ടെ. അല്ല പേരൊക്കെ നാമകൊണ്ട് എനിക്ക് ബാക്കി പേരുകളൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല ചോദിക്കാം, ഇത് ക്വസ്റ്റ്യൻ അല്ല, കൃത്യമായിട്ട് വോട്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും പറയുന്നത് മത്സരത്തെ കുറിച്ചാണ്. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഈ BB6 അതിൽ ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പൊ റോഹൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും റോഹൻ എന്താണ് ജാസ്മിൻ അടുത്ത് ചോദിച്ചില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ ജാസ്മിന്റെ പേര് ജാ എന്ന് പറയുമ്പോഴേ ചാടി ഞാൻ പറഞ്ഞത് ഒരു വ്യക്തികളെ മാത്രം എന്നുള്ള രീതിയിലേക്ക് പറയുന്നത് മാത്രമേ അങ്ങനെ തോന്നുന്നില്ല. അതൊക്കെ മുൻവിധികളും തോന്നലാണ്. വോട്ടിങ്ങിനെ കുറിച്ച് പറയാം. അപ്പൊ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആ വീക്കിലേക്ക് അതിന് മുമ്പത്തെ വീക്കിലേക്ക് ജാസ്മിൻ ജാഫർ നന്നായിട്ട് കളിച്ച് അതായത് ആ ഒരു എന്താ പറയുന്ന വോട്ടിങ്ങിലും അവരങ്ങ് കയറി വരുമ്പോ ചില അവരുടെ എതിർ മത്സരാർത്ഥികൾ, അതായത് ഇപ്പോ എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പൊ ജിൻഡോ അർജുൻ അങ്ങനെ പറയാം. അപ്പൊ ഈ ചില മത്സരാർത്ഥികൾ അവരുടെ PR വർക്ക് വെച്ചിട്ട് അവരുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കുറിച്ച് മോശം പുറത്ത് പറയുന്നത്. നമ്മൾ മുമ്പ് ഇത് ചർച്ച ചെയ്ത വിഷയമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, PR വോട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ട് ചർച്ച ചെയ്ത വിഷയമാണ് അല്ലെ? പല പല കാര്യങ്ങൾ അവിടെ ഈ അകത്ത് ഇരിക്കുന്ന മത്സരങ്ങൾ പുറത്ത് എന്താ നടക്കുന്നവർക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവരെ കുറിച്ച് മോശം പറയുന്ന ആരാണ്? ബിഗ് ബോസ് അല്ല മോശം പറയുന്നത്, നീ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് മോശം പറയുന്നത്. പക്ഷെ പറ്റുന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ PR ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള PR പോലെ തന്നെ ജാസ്മിനും അതുപോലെ PR വേണ്ടി നിന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കറക്റ്റ് മറ്റേ പറഞ്ഞ പോലെ എനിക്ക് നരസിംഹത്തിലെ നമുക്ക് പറഞ്ഞു ഫസ്റ്റ് ആണ്. അപ്പൊ
സിനിമ ഭയങ്കര സിനിമ കാണും, നമ്മളൊക്കെ സിനിമ കാണണ്ടേ അവനൊരു അല്ലെ? സ്റ്റേറ്റ്മെന്റ് ഇറക്കും. അപ്പൊ കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞ PR ഇൻഫ്ലുവൻസ് ജാസ്മിന് പ്യുവർ ആയിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്, പ്യുവർ ആയിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ജാസ്മിന്. പക്ഷേ അതിൽ നിന്നും അവരുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്ത് വെച്ച് കുറെ PR ടീമുകൾ എടുത്ത് വെച്ച് അങ്ങനെ ചെറിയ ഭാഗങ്ങൾ ഇട്ട് കൊടുക്കുന്നതും ജാസ്മിനാണ്. ടീമുകൾ ജാസ്മിനെതിരെ കടന്നാക്രമിക്കുന്നു. അവരെ കടന്നൽ പോലെ കൂട്ടമായി രീതിയിലേക്ക് അങ്ങനെ വോട്ട് ഫിനാലേക്ക് വരുമ്പോ എന്തായാലും ഈ ദിവസം ഉണ്ടല്ലോ, ബുധൻ വ്യാഴം വെള്ളി അതനുസരിച്ചിട്ട് മാറ്റാം. അതെന്തായാലും മാറി മറി ജാസ്മിൻ എന്തിനാണ് ഉറപ്പാണ്. എന്തിനാണ് ഇപ്പൊ പേടിക്കുന്നത്? പേടിയില്ല. പിന്നെ എന്തിനാണ് അവരതുകൊണ്ട് വരുന്ന സമയത്ത് അതെന്താണെങ്കിലും അതിനനുസരിച്ച് മതിയാവും അല്ലെ? അങ്ങനെ വരുന്ന സമയത്ത് PR-നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ PR വർക്കിനും പറ്റും. അതല്ലാതെ തന്നെ പറഞ്ഞു എന്നുള്ള നേരത്തെ ഓൾറെഡി ശാരി പറഞ്ഞ കാര്യങ്ങൾ ശാരി തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എനിക്കത് മനസ്സിലാവും. എല്ലാവർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ജിൻഡോനെ PR എന്നുള്ളത് ജിൻഡോ പറഞ്ഞോ? ജിൻഡോ പറഞ്ഞൊന്നുമില്ല, ജിൻഡോ പറയുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ആര് പറയപ്പെടുന്നു? അപ്പൊ ഈ സമൂഹം ജാസ്മിന്റെ കാര്യത്തിലും പറയുന്നുണ്ട്. ജാസ്മിൻ PR വർക്കില്ല. എവിടെ ഒരു സമൂഹത്തെ നിങ്ങൾ എവിടെ പോയി സർവേ എടുത്തത്? ജിൻഡോയെ ആർക്കറിയാമായിരുന്നു? നിങ്ങൾ എവിടെ പോയി സർവേ എടുത്തത്? ജിൻഡോനെ നന്നായിട്ട് അറിയാം. ജിൻഡോ ബിഗ് ബോസ് ഹൗസിനെ നിങ്ങൾ ഈ പറഞ്ഞ ജാസ്മിനെ കുറിച്ച് ജിൻഡോനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ പോണതിന് മുമ്പ് നന്നായിട്ട് ആളുകൾ അറിയുന്നത് ജിൻഡോക്ക് തന്നെയാണ്. ആകെ സംശയിക്കേണ്ട. ഞാനിവിടെ താങ്കൾ പറഞ്ഞ പ്രസ്താവന താങ്കൾക്ക് പണി പാളിന് മനസ്സിലായി. പിന്നെ താങ്കൾ ഇപ്പൊ പറഞ്ഞു ജിൻഡോകൾ നന്നായിട്ട് അറിഞ്ഞ ആളാണ് ജാസ്മിൻ. താങ്കൾ തന്നെ പറഞ്ഞു ഈ വാക്ക് വെച്ചോ? ഈ വാക്ക് വെച്ചോ? ഞാൻ പറഞ്ഞില്ല, താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെയാണ് ഞാൻ പറയുന്നത്. അതിന് ഉത്തരവില്ലാതെ നമ്മൾ മാറ്റി പറയല്ലേ? താങ്കൾ പറഞ്ഞ അങ്ങനെയല്ല, താങ്കൾ പറഞ്ഞ അങ്ങനെയല്ല. ജിൻഡോ വെച്ച് നോക്കുമ്പോ താങ്കൾ തന്നെ പറഞ്ഞു ആള് ഭയങ്കര ജിമ്മായിരുന്നു, ചാമ്പ്യൻ ആയിരുന്നു എന്നുള്ളതൊക്കെ. വരുന്നതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ജാസ്മിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊഫൈൽ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ? ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സിനിമകൾ ചെയ്ത വ്യക്തിയാണ് ജിൻഡോ. സിനിമകൾ ചെയ്ത വ്യക്തികളാണ്. ആകെ 6 മാസം കൊണ്ടും 1 വർഷം കൊണ്ടും മാത്രം ബ്ലോഗർ റീച്ച് കിട്ടിയുള്ള വ്യക്തിയാണ് ഈ പറഞ്ഞ ജാസ്മിൻ. 6 മാസം 1 വർഷം കൊണ്ട് മാത്രം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയുള്ളതാ. വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിക്കകത്തുള്ള ആളാ ജിൻഡോ. അപ്പൊ നിങ്ങൾ ലോകവിവരത്തിന് താങ്കൾ പറയുന്നു ജിൻഡോയെ ആർക്കും അറിയില്ലെന്നാ പറഞ്ഞത്. ജിൻഡോയെ ഒരു ഫേമസ് സെലിബ്രിറ്റി എനിക്ക് ബിഗ് ബോസിലൂടെ മാത്രമേ അറിയത്തുള്ളൂ. താങ്കൾ തന്നെ വന്നുള്ള രീതിയിലേക്ക് മുൻകൂ ചാമ്പ്യനായിരുന്നു. എനിക്കറിയില്ല, പക്ഷെ ജാസ്മിൻ എനിക്കറിയാം. എനിക്ക് ഒരുപാട് പേർക്ക് അറിയാം. ഒരുപാട് ആരാധകരുള്ള മതിയല്ലോ. ഒരു വർഷം വർഷങ്ങൾ മുമ്പുള്ളതോ പ്രൊഫൈൽ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രി പലരും പ്രൊഫൈലുണ്ട്, വർഷങ്ങൾക്ക് പലരും അഭിനയിക്കുന്നുണ്ട്. ഒരാളെ പുകഴ്ത്തുന്നതിനാണ് മറ്റുള്ളവരെ ഇകഴ്ത്തുന്നത്. ഞാൻ ഇകഴ്ത്തിയിട്ടില്ല. ഞാൻ അയാളെ പറഞ്ഞു അയാളുടെ പവർ മോശം ലോവാന്ന് പറഞ്ഞു. അയാൾ വെയിറ്റ് ചാമ്പ്യൻ ആയിരുന്നു, അയാൾ സെലിബ്രിറ്റി ട്രെയിനർ ആണ്. ഇതൊക്കെ അയാൾ പറഞ്ഞത് നമുക്കറിയാം. കേരളത്തിലുള്ളവർ മാത്രമാണ് നിങ്ങൾ എന്തൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കാലത്തിന്റെ കണക്കല്ല അറിയുന്ന നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേഷന്റെ കണക്കാണ്. ജാസ്മിൻ ഒരു സബ്സ്ക്രൈബർ ഒരു ഫോളോവറായിരുന്നു. സംസാരിച്ചിരിക്കുന്നു നെഗറ്റീവ് ക്യാമ്പയിൻ പറഞ്ഞ് ശാരിക പറഞ്ഞു എവിടെ അത് അവര് ഉണ്ടാക്കി വെക്കുന്നതാണ്. ജാസ്മിൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തി എടുത്ത് മുറിച്ച് വെച്ച് അവരെ ദിവസം സോഷ്യൽ മീഡിയ ചെയ്യാം, എന്നെ വ്യക്തി ചെയ്യാം, തന്നെ വ്യക്തി ചെയ്യാം, സോഷ്യൽ മീഡിയ ചെയ്യാം. അഭിപ്രായമല്ല, വ്യക്തി ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ വ്യക്തി ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല.
ജാസ്മിൻ അവിടെ ജാസ്മിൻ ആയിട്ടാണ് കളിക്കുന്നത്. പറഞ്ഞത് She's a well അവിടെ played game. വന്ന് എങ്ങനെ കളിക്കുമ്പോ No, 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 അവിടെ ഇതൊക്കെ ചുമ്മാ പ്രൊഫൈൽ നിങ്ങൾ എന്നുള്ളത് വെറുതെ നോക്കുകയാണെങ്കിൽ തർക്കിക്കുന്നതാണ്. പ്രൊഫൈൽ നോക്ക്, കള്ളത്തിലല്ല തർക്കിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കള്ളത്തിനൊന്നും പറഞ്ഞില്ല. പിന്നെ നിങ്ങൾക്ക് ശരിക്കും ഇതിൽ കുഴപ്പമില്ല. താങ്കൾ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിനെയാണ് ജാസ്മിന്റെ പ്രൊഫൈൽ അതിനേക്കാൾ ഉയർന്ന് എന്തുകൊണ്ടും അറിയാവുന്ന ഒരാൾ എന്നുള്ള നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ? ഇഷ്ടം പോലെ അറിയാം. ശരി, ആയിക്കോട്ടെ. ഇഷ്ടം പോലെ ചുമ്മാ അറിയാം. തർക്കിക്കാൻ വേണ്ടി പറയാം. തർക്കിക്കില്ല. എനിക്കറിയില്ല, എനിക്കെന്നല്ല. എങ്ങനെ അറിയാവുന്ന നിങ്ങൾക്ക്? ആൾ ചാമ്പ്യനായിട്ടാണെന്നുണ്ടെങ്കിലും സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞേ ഗോതയിലുണ്ട്. ഗോതയോ? കണ്ടിട്ടുണ്ടോ? ഞാൻ ഗോത കണ്ടതാണ്. അത് ശ്രദ്ധിക്കുന്ന പോലും നമ്മൾ ഓർക്കുന്നില്ല. ഗോത എത്ര വർഷം ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി എത്ര പേർക്കറിയാം? എങ്ങനെ വന്നാലും 25 ലക്ഷം പേർക്കെങ്കിലും ജാസ്മിനെ അറിയാം. 25 ലക്ഷം പേർക്കെങ്കിലും 15 ലക്ഷം പേരെങ്കിലും അവർക്ക് ഫോളോവർ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഉറപ്പില്ല. എന്താ നിങ്ങൾ പോയി നോക്കുക. 1.35 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ചുമ്മാ തർക്കിക്കണ്ട. എന്ത് വന്നാലും വോട്ടിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഇനി എന്തെല്ലാം PR വർക്ക് ചെയ്താലും ജാസ്മിൻ തന്നെ ജയിക്കും. പക്ഷേ മാറി മാറി ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. ഇനി കിടക്കുന്ന വ്യാഴം വെള്ളി ശനിയൊക്കെ അതിലെന്തായാലും ലാസ്റ്റ് മാറ്റങ്ങൾ വരുമ്പോൾ എന്തായാലും ജാസ്മിൻ തന്നെ അങ്ങനെ PR വർക്കിന് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ PR എന്ന് പറയുന്നത് പ്രൊമോഷനാണ്, അല്ലാതെ വോട്ടിംഗ് കേന്ദ്രത്തിലെ വോട്ട് ചെയ്യുന്നതല്ല PR എന്നുള്ളത്. അപ്പൊ കൃത്യമായിട്ട് താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം PR എന്നുള്ളത് പ്രൊമോഷനാണ്, അത് വോട്ടിംഗ് എന്നുള്ളതല്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഈ വോട്ടിംഗ് കയറ്റിറക്കങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് ജാസ്മിൻ മാത്രമേ ബന്ധപ്പെട്ട് എടുക്കുന്നില്ല. മറ്റു കയറുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലിലൂടെ ആദ്യം വന്നിട്ടാണ് അഭിഷേക് അല്ലെ. സ്വാഭാവികമായിട്ട് എന്നുള്ള രീതിയിലേക്ക് അഭിഷേക് എന്നുള്ള രീതിയിലേക്ക് പുറത്ത് സപ്പോർട്ട് വരുന്നുണ്ട്. ഈ സപ്പോർട്ടൊക്കെ വോട്ടായിട്ട് മാറും അല്ലെ. പ്രത്യേകിച്ച് എന്നുള്ള രീതിയിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയില് ഇന്നേ വരെ മലയാളം ബിഗ് ബോസിൽ ഒരു കപ്പ് കിട്ടിയിട്ടില്ല അല്ലെ. അപ്പൊ ഒരു പക്ഷെ ചരിത്രം ആവാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾക്ക് ചിന്തിക്കാം. വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയി കണ്ടസ്റ്റന്റ് നിന്നു, ഫിനാലയിൽ വന്നു, എന്തുകൊണ്ട് അഭിഷേകാവാം. വോട്ടിംഗ് മാറ്റം വന്നേക്കാം. നമ്മൾ അതുവരെ നിന്നുള്ള രീതിയിലേക്ക് പോകുന്ന പോലെയല്ല. ഒരു പക്ഷെ ഫിനാലേക്ക് വരുമ്പോ ജനങ്ങളുടെ ഇഷ്ടങ്ങളും രീതികളും അതുപോലെ തന്നെ മാറിയേക്കാം അല്ലെ. 2 ആഴ്ചയായിട്ട് അഭിഷേക് നോമിനേഷൻ ഇല്ല. കാരണം അയാൾക്ക് അത് പ്രിവിലേജ് ആണ്. ടിക്കറ്റ് ഫിനാലിൽ എത്തിയോണ്ട് അയാൾക്ക് അത് പ്രിവിലേജ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ ഇപ്പൊ ലാസ്റ്റത്തെ ഗെയിം, അതായത് മറ്റേ കൂടുവിട്ട് കൂടുമാറി ആ വേഷം ചെയ്തത് വളരെ നല്ല രീതിയിൽ ഒപ്പീനിയൻ കിട്ടിയിട്ടുള്ള സാധനം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അർജുന്റെ ഫാൻസ് കൂടി, അർജുന് വോട്ട് കൂടി. അർജുൻ ഒരു സമയത്ത് തീരെ സിജോയെക്കാളും താഴേക്ക് വന്നു, പിന്നെ അതിന്റെ ഇടയ്ക്ക് അഭിഷേകിന് താഴെ വന്നു. കൃത്യമായിട്ട് അർജുന്റെ അങ്ങനത്തെ ഒരു ഫാൻസ് ഗാങ് സപ്പോർട്ട് തുറന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇത് വീഴ്ചയിലും അല്ലെങ്കിൽ ഉയർച്ചയിലും ഒക്കെ ഇവർ നിന്നിട്ടുണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. എനിക്ക് ഫിനാലിലേക്ക് അടുക്കുന്തോറും അർജുന്റെ ഒരു വോട്ടിംഗ് ആ സെനാറിയോ കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് തുടക്കത്തിൽ അർജുൻ ഒരു സ്റ്റേബിൾ നിൽക്കുമായിരുന്നു, പിന്നെ ഇച്ചിരി താഴോട്ട് പോയി, പിന്നെ ഒന്നുകൂടെ താഴോട്ട് പോയി, പിന്നെ മേളിലോട്ട് കയറി ഇപ്പൊ ലാസ്റ്റ് ആ മൊമെന്റിലേക്ക് അടുക്കും തോറും, ഗ്രാൻഡ് ഫിനാലിലേക്ക് അടുക്കും തോറും സാധ്യത ലിസ്റ്റുകൾ പറയപ്പെടുന്ന ഒരു പേരും കൂടിയാണ് അല്ലെ. ശരി, ഇത് മാറ്റം വരുന്നേക്കാം. ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ വോട്ടിംഗ് എന്നുള്ള രീതിയിലേക്ക് എങ്ങനെ ഇതിന് മാറ്റം കുറിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ ഈ പുറത്ത് PR വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ മാക്സിമം ചെയ്യുന്ന ഒരു സമയത്തിലേക്ക് കൂടിയാണ് ഇനി പോവുക അല്ലെ. അതെ, അതിനിപ്പോ ക്രൂഷ്യൽ ഡേയ്സ് ആണ്. അതായത് ഇപ്പൊ പറഞ്ഞതുപോലെ വ്യാഴം വെള്ളി ശനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഷ്യൽ ഡേയ്സ് ആണ്. എങ്ങനെ എന്ത് ഫ്ലക്ച്വേഷൻസ് വേണമെങ്കിലും സംഭവിക്കാം. വോട്ടിംഗ് ഇപ്പൊ പറഞ്ഞ PR വർക്ക് സ്വാധീനിക്കാം. അതായത് ഏറ്റവും നല്ലായിരിക്കുന്ന ഒരു ഗെയിമർക്ക് ഒരുപക്ഷെ വോട്ടിങ്ങിലൂടെ ചിലപ്പോൾ വീഴ്ചകൾ സംഭവിച്ചേക്കാം. ചിലവര് ഏറ്റവും നല്ല ഗെയിമർ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ കയറ്റം സംഭവിച്ചേക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന ഒരു സെനാരിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും തോന്നുന്നു ഒരു ഫിനാലോട്ട് വരുമ്പോഴും ഈ വോട്ടിംഗിൽ മാറ്റം വരുമ്പോഴും അല്ലെ. ഇപ്പൊ മുൻ സീസണിലൊക്കെ വോട്ടിംഗിൽ ഇത്രത്തോളം ഉയർച്ചയിലുണ്ട് എന്നുള്ള രീതിയിലേക്ക് എടുത്തു പറയാൻ പേരുകൾ പറ്റിയിരുന്നു അല്ലെ. ഇപ്പൊ അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് കൃത്യമായിട്ട് കയറ്റിറക്കങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നില്ല അല്ലെ. വോട്ടിംഗ് പ്രക്രിയയിൽ ഒരാൾക്ക് പ്രത്യേകമായിട്ടൊരു അനുകൂലം സംഭവിക്കുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ താഴുകയും പിന്നെ പോയി ജാസ്മിന്റെയും പിന്നെ ജിൻഡോയുടെയും വോട്ടുകളാണ്. ജിൻഡോ ഒത്തിരി വോട്ടുകൾ വന്ന് കയറി പോയ ഒരാളാണ്. ആദ്യം ഏറ്റവും താഴെ പോവുകയും സപ്പോർട്ട് ഇല്ലാതെ വരികയും അതിനുശേഷം മേളിലേക്ക് കയറിയ ഒരാളാണ് ജിൻഡോ എന്ന് എനിക്ക് തോന്നുന്നു. ജാസ്മിനും അതുപോലെ തന്നെ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഈ നിൽക്കുന്ന ലെവലിലോട്ട് മറ്റേ കണ്ടസ്റ്റൻസിന്റെ വോട്ടിംഗ് എത്രത്തോളം എത്തുന്നു എന്നുള്ളത് കൂടിയായിരിക്കും കുറെ കൂടി ഫിനാലയോട്ട് അല്ലെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ കുറെ കൂടി സാധ്യമാകും അല്ലെ. അതിന് സഹായകരമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ്. ശരിക്കും അത് മാറട്ടെ, അത് കയറട്ടെ, എങ്കിൽ കൂടിയാണ് കുറെ കൂടി അത് ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവട്ടെ. യഥാർത്ഥ വിന്നേഴ്സ് കപ്പടിക്കട്ടെ. നമുക്ക് നോക്കാം.